സർക്കുലേഷൻ നടക്കാതിരിക്കുകയും ശരീരം എന്തോ ഒരു വസ്തുവിനെ പുറത്തേക്ക് പുറന്തള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് വോമിറ്റിംഗ് ടെൻഡൻസി ആകട്ടെ, ഈ ബ്ലഡ് സ്റ്റെയിനകത്ത് കറുപ്പ് കലർന്ന് വന്നാകട്ടെ, കുരുക്കളുണ്ടെങ്കിൽ, PCOD ഉണ്ടെങ്കിൽ, PCOS ഉണ്ടെങ്കിൽ, ഇറഗുലർ പീരീഡ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ കാണും. അപ്പോൾ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, എന്നെ വന്ന് കണ്ടിട്ടുള്ള ഏതാണ്ട് ഒരു 10ൽ ഒരു 9 കേസസും ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ചില കേസസ് മാറാൻ സമയമെടുക്കും, എങ്കിലും ആശ്വാസം ഉണ്ടാകും. ചിലർ പീരീഡ്സ് ആകുമ്പോൾ തീരെ എഴുന്നേൽക്കാതെ 2-3 ദിവസം കിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ശരീരത്തിന് സഹിക്കാവുന്നൊരു വേദനയിലേക്ക് എത്തുകയും പിന്നീട് ഗ്രാജുവലായിട്ട് അവർ മാറുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ പീരീഡ്സ് സമയത്ത് എന്തുകൊണ്ടായിരിക്കും കഠിനമായ വയറുവേദന വരുന്നത്? പലപ്പോഴും വയറുവേദന വരുന്ന പല സ്ത്രീകളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇടതുവശത്ത് അല്ലെങ്കിൽ വലതുവശത്ത് അവിടെ കെട്ടി നിൽക്കുന്നത് പോലെ തോന്നാറുണ്ടോ? എന്ന് പറഞ്ഞാൽ തീർച്ചയായും അങ്ങനെ കെട്ടി നിൽക്കുന്നത് മാത്രമല്ല, അവിടെ തൊടുമ്പോൾ വേദന വരികയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്താലാണ് വേദന കുറക്കുക? നമുക്കറിയാം, ആ ഭാഗത്ത് ഉള്ളിലേക്ക് വലിക്കുന്നത് പോലൊരു വേദനയായിരിക്കും പലർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പോൾ പുറമേ എന്ത് ചെയ്യുക, ജസ്റ്റ് എണ്ണയോ കാര്യങ്ങളോ, ഒലീവ് ഓയിലാകാം, ഇല്ലെങ്കിൽ മസാജിങ് ചെയ്യുന്ന ഓയിലാകാം, അത് തേച്ച് കൊടുക്കുകയും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടായിട്ടുള്ള ചൂടുവെള്ളത്തിൽ തുണി നനച്ചിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ പറയാറ്, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരോട് തണുത്ത വെള്ളം പച്ചവെള്ളം കൂടെ മിക്സ് ആക്കിയ ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള തണുപ്പ് പറ്റുന്ന രീതിയിൽ നോക്കിയ ശേഷം തുണി നനച്ച് എന്ത് ചെയ്യുക, പൊക്കിളിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് അവിടുത്തെ വേദന കുറയ്ക്കുകയും ആശ്വാസം വരികയും ചെയ്യും. 2, ആ സമയത്ത് ഭക്ഷണം തീരെ വേണ്ടാത്തൊരവസ്ഥ ഉണ്ടാകും. ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഭക്ഷണം പോയിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്ത് കഴിച്ചാലും എന്ത് ചെയ്യും, അത് എടുത്തലക്കിയ പോലെ ഛർദ്ദിച്ച് പോകാറുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം പറയും, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. എളുപ്പം ദഹിക്കുന്ന ജ്യൂസുകൾ പോലെ, പഴച്ചാറ് പോലുള്ള, കഞ്ഞിവെള്ളം പോലെ, കരിക്കും വെള്ളം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് കുടിക്കുകയും റെസ്റ്റ് എടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യും. 2ാമത്, ആ ഭാഗം നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ആ ഒരു ഇൻറ്റസ്റ്റൈൻ്റെ ആ ഭാഗം ഭയങ്കരമായൊരു ബുദ്ധിമുട്ടുണ്ടാകും. ചിലർക്ക് കട്ടിപ്പുണ്ടാകും, കല്ലിപ്പുണ്ടാകും. അതുപോലെ തന്നെ ആ ഭാഗത്ത് ആ സമയത്ത് ഭയങ്കര ടെമ്പർ ഉണ്ടാകും. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് നടത്തിച്ച് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പതുക്കെ ആ ഒരു രീതിയിൽ ഇൻറ്റസ്റ്റൈൻ്റെ രീതിയിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് നടത്തി കൊടുക്കുക. ഇത് ഒരു പരിധി വരെ ആശ്വാസം ഉണ്ടാകും. നടുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഓയിലും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് അവിടെ പതുക്കെ തടയി കൊടുത്ത് അവിടെ തുണി നനച്ചിടുന്നതും വയറിൻ്റെ വേദന കുറക്കാൻ സഹായിക്കും. എന്തുകൊണ്ടാണ് പീരീഡ്സ് സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത്? PCOD ഉണ്ടാവാം, ചെറിയ മുഴകളുണ്ടാവാം, ഗർഭാശയത്തിൻ്റെ കട്ടിയാകാം, കുരുക്കളാകാം, വെള്ളപ്പോക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. തീർച്ചയായും